ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന നാവോ ഈവോയുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ്. അത് വേറൊന്നുമല്ല, ഒരു 6 മാസമായി ഞാനിപ്പോൾ കൃത്യമായിട്ട് നാവോ ഈവോ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എൻ്റെ സെലീറിയെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്നൊരു കാര്യമാണ്, എന്താണ് രാകേഷ് ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് തരാത്തത് എന്നുള്ളൊരു കാര്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യത്തെ റിവ്യൂ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നാൾ, അതായത് ഒരുപാട് കാര്യങ്ങൾ തീർത്ത് കഴിഞ്ഞത് ഉറപ്പാണ് അല്ലെങ്കിൽ നല്ലതാണെന്നൊരു ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എനിക്ക് നിങ്ങളോടത് പറയാൻ സാധിക്കത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഞാൻ കുറച്ച് നാളെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് ശരിക്കും കൃത്യം 6 മാസത്തിൻ്റെ യൂസേജ് ഉണ്ട്. ആ ഒരു 6 മാസത്തെ യൂസേജിൻ്റെ റിവ്യൂ ആണ് ഞാനിന്നിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Explore. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന പോലെ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വാഹനത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ്. അതേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേ നല്ല കിടുക്കം വെട്ടം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അമ്മാതിരി വെട്ടമാണ്. അതായത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട് വരുമോ എന്നുള്ള രീതിയല്ല, ഞാൻ ശരിക്കും നോക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇതിൻ്റെ ഫോക്കസ് താഴോട്ട് തന്നെ ആയിരിക്കും പോകുന്നത്. ഓപ്പോസിറ്റ് വരുന്ന ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും വരുന്നതായിരിക്കില്ല. നിങ്ങൾക്ക് തന്നെ നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇത് ഒരു കാരണവശാലും കണ്ണിലോട്ട് അടിക്കത്തില്ല. കാരണം ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വാഹനത്തിൽ ഒരു LED ലൈറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അതിൻ്റെ ഫോക്കസ് താഴോട്ട്, അതായത് നമുക്ക് വഴി കാണാൻ പറ്റണം, അല്ലാതെ ഓപ്പോസിറ്റ് വരുന്ന ഒരാളുടെ കണ്ണിലോട്ട് അടിക്കുക എന്നുള്ളൊരു പർപ്പസിൽ ഒരു കാരണവശാലും ഒരു LED ലൈറ്റ് നിങ്ങൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. വെട്ടം കൂടി LED ലൈറ്റ്സ് ഒക്കെ ഇടുന്ന സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള രീതിക്ക് താഴോട്ട്, അതായത് നമ്മുടെ ഹെഡ്ലൈറ്റിൽ നിന്ന് അത് താഴോട്ട് നമ്മുടെ റോഡ് വിസിബിലിറ്റി വേണം കിട്ടാൻ, അല്ലാതെ ഓപ്പോസിറ്റ് സൈഡ് വരുന്ന ഒരാളുടെ കണ്ണിലോട്ടല്ല ഇത് അടിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊരു ഡ്രൈവും കൂടെ ഒന്ന് പോകാം. ഡ്രൈവ് പോയി നോക്കിക്കഴിഞ്ഞിട്ട് ഞാൻ കൃത്യമായിട്ടുള്ള റിവ്യൂ കൂടെ പറയാം. ഓക്കെ, അപ്പോൾ വാഹനത്തിലോട്ട് കയറാം. വാഹനത്തിൽ 2-3 പേരുണ്ട്. യെസ്, ദേണ്ടേ അഞ്ജനയുണ്ട്, നമ്മുടെ എക്സ്പ്ലോർ ഉണ്ട്. രാഗാഞ്ജനേ എന്തേ ഹായ് പറഞ്ഞേ. യെസ്, ഹായ്. അങ്ങനെ നമ്മുടെ രാഗാഞ്ജനെ ഹായ് പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഏതായാലും ഒന്ന് ഓടിച്ചു നോക്കാം. വാഹനം ഓടിച്ചു നോക്കുമ്പോൾ എങ്ങനെയുണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് കൂടെ നോക്കാം. പിടിച്ചോ. ഓക്കെ, അപ്പം ഞാൻ തൽക്കാലം വാഹനം ഒന്ന് എടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ആ റോഡിൽ കാണുന്ന വിസിബിലിറ്റി എങ്ങനെയുണ്ടെന്ന് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഒരാൾ പോലും നമുക്ക് ബ്രൈറ്റ് അടിച്ച് തരുന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല ഇരിക്കുന്നത്, ആ രീതിക്ക് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. കാരണം റോഡ് വിസിബിലിറ്റി മാത്രമാണ് ഞാൻ എപ്പോഴും നോക്കുന്നത്. ഇതാണ് ഹൈ ബീം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ട് ഞാനിപ്പോൾ ഹൈ ബീം ഇട്ടു എന്ന് ചോദിച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് വാഹനം വരുന്നില്ല. എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു 6 മാസം, കൃത്യം 6 മാസമായിട്ടുണ്ട്. നിങ്ങൾക്ക് പഴയ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി അറിയാം. ഇനി പഴയ വീഡിയോ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാനൊന്ന് പിൻ ചെയ്തിട്ടേക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. 6 മാസം ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് വെട്ടക്കുറവോ അങ്ങനെയൊന്നും ഒരു തവണ പോലും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ മഴയുള്ള സമയത്ത് മഞ്ഞുള്ള സമയത്ത് കിടുക്കൻ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. അതായത് പലരും ഹാലജൻ ബൾബിനെ കുറിച്ച് പൊക്കി പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഹാലജൻ ബൾബ് മറ്റതാണ്, അല്ലെങ്കിൽ LED, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന യെല്ലോ കളർ ലൈറ്റ് വേണം എന്നൊക്കെ പറയുന്ന ആൾക്കാരോടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. ഒരു കാരണവശാലും അല്ല, നിങ്ങളൊന്ന് മാറ്റി ചിന്തിച്ച് നോക്കുക. വെട്ടം ഇടുന്നതുകൊണ്ട് മഞ്ഞത്ത് ഓടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മഴയുള്ളപ്പോൾ ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന വാഹനത്തിൻ്റെ ലൈറ്റുകളിൽ ലൂമിനസ് കുറവായിരിക്കും, അല്ലെങ്കിൽ ലൂമൻ കുറവായിരിക്കും. ലൂമൻ കൂടിയ ലൈറ്റ്സ് നമ്മൾ മേടിക്കാൻ ശ്രമിക്കുക. വാട്ട്സ് കൂടി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് ശരിക്കും 90 വാട്ട്സ് വരുന്ന നാവോ ഇവിടെ ലൈറ്റാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഏതായാലും കിടുക്കൻ എന്ന് പറഞ്ഞാൽ കിടുക്കൻ ലൈറ്റാണ്, ഒരു രക്ഷയില്ല. ഇത് കഴിഞ്ഞാൽ പിന്നെയും എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡൽ എന്ന് പറഞ്ഞാൽ മോക്കോ എന്ന് പറയുന്ന മോഡൽ നല്ലതാണ്. ക്രോസ്ലിങ്ക് എന്ന് പറയുന്നത്, ഈ രണ്ടിൻ്റെ റിവ്യൂ ഞാൻ റീസെൻ്റ്ലി ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലാവും. അപ്പം ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഞാനൊരു 100% സാറ്റിസ്ഫൈഡ് ആണ് നാവോ ഇവിടെ ഒരു ലൈറ്റ് വെച്ച്. ഇനി ഇവരുടെ ഒരു പുതിയ മോഡലും കൂടെ വരാൻ പോകുന്നുണ്ട്. റീസെൻ്റ്ലി ആയിട്ട് തന്നെ അവർ ലോഞ്ച് ചെയ്തൊരു മോഡലും കൂടെ വരുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ അതും കൂടെ ഞാൻ ഉടനെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.